Module 2, Types of Inventory Control. Water transportation or seaways. When goods are transported through the water medium by a ship, it is called a seaways transportation. Water transport is the cheapest and oldest mode of transport. It operates on a natural track and hence does not require huge capital investment in the construction and maintenance of its truck, except in case of canals. സോ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സീവേസ് എന്ന് പറയുന്നത് നാച്ചുറൽ റൂട്ട്സിലൂടെ നമ്മൾ വാട്ടർ വേസിൽ ഗുഡ്സും അതുപോലുള്ള കമോഡിറ്റീസ് ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുക. ദെൻ ഇതിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവ് മതി എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, വാട്ടർ വേസ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, ഓൾറെഡി എക്സിസ്റ്റൻസിലുള്ളതാണ്. സോ ഷിപ്പിലൂടെയോ ബോട്ട്സിലൂടെയൊക്കെ നമ്മൾ ഗുഡ്സ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മീഡിയമാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ചീപ്പസ്റ്റ് മോഡാണ്, അതുപോലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണെന്നാണ് പറയുന്നത്. ദെൻ പിന്നെ നമ്മൾക്കിതിൽ എക്സ്പെൻസ് വരുന്നത് കനാൽസിലൂടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കനാൽസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അങ്ങനെ റൂട്ട്സ് ഉണ്ടാക്കിയിട്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എക്സ്പെൻസസ് വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിന് എക്സ്പെൻസ് ഒന്നും വരുന്നില്ല, നാച്ചുറൽ ആയിട്ടുള്ള വേസിലാണിത് ഓടുന്നത്. ദെൻ ദ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് ഓൾസോ വെരി ലെസ്. It has the largest carrying capacity and is most suitable for carrying bulky goods over long distances. It has played a very significant role in bringing different parts of the world closer and is indispensable to foreign trade. മറ്റുള്ള മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്, കോസ്റ്റ് കുറവുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. അതുപോലെ തന്നെ ബൾക്കി പ്രോഡക്റ്റ് വളരെ വെയിറ്റ് ഉള്ളതും അതുപോലെയുള്ള ബൾക്കായിട്ട് കമോഡിറ്റീസ് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്കിത് യൂസ് ചെയ്യാം. കാരണം വലിയ ഷിപ്പുകളൊക്കെ നമ്മൾക്ക് അവൈലബിൾ ആണ്. ദെൻ ഗ്ലോബലൈസേഷന് ശേഷം നമ്മൾക്കറിയാം, അതിനുശേഷമാണ് കൺട്രികൾ തമ്മിൽ എക്സ്ചേഞ്ച്, ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം തൊട്ട് ഈ ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ലാർജർ കപ്പാസിറ്റി, നമ്മൾ പറഞ്ഞു ബൾക്കി പ്രോഡക്ട്സ് ക്യാരി ചെയ്യാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് വാട്ടർ ട്രാൻസ്പോർട്ടാണ്. കോള്, ടിമ്പർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾക്ക് ഈസി ആയിട്ട് ഇതിൽ ക്യാരി ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഫ്ലെക്സിബിൾ സർവീസ്, നമ്മൾക്ക് ഇതിൻ്റെ റൂട്ട് ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ ടൈം ഷെഡ്യൂളെല്ലാം നമ്മൾക്ക് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ റിക്വയർമെൻറ്റ് അനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ എയർ ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ, അതായത് റെയിൽവേസും എയർ ട്രാൻസ്പോർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു കറക്റ്റ് ടൈം ഷെഡ്യൂളുണ്ട്, ആ ഒരു ടൈമിലാണ് വർക്ക് ചെയ്യുക. ഇവിടെ അതല്ല, ഇൻഡിപെൻഡൻറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. ദെൻ സേഫ്റ്റി, ആക്സിഡൻറ്റ്സ് ആൻഡ് ബ്രേക്ക് ഡൗൺസ് ഏറ്റവും കുറവാണ് ആസ് കമ്പയർഡ് ടു അതർ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട്. ദെൻ ഫ്ലെക്സിബിൾ സർവീസ്, നമ്മൾ പറഞ്ഞു നമ്മളുടെ ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. ദെൻ ലോ കോസ്റ്റ്, അതും പറഞ്ഞതാണ്. കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്, നമ്മൾക്കിവിടെ ഇപ്പോൾ റോഡ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ റോഡ് കൺസ്ട്രക്ഷൻ അത് ചെയ്യണം. ദെൻ റെയിൽ ട്രാൻസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ, റെയിൽവേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ട്രാക്കുകൾ കൺസ്ട്രക്ട് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. സോ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ്, ഇത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ലെസ് കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ എല്ലാം ഏതാണ്? വാട്ടർ ട്രാൻസ്പോർട്ടാണ്. ദെൻ പിന്നെ നെക്സ്റ്റ് പറയുന്നത് ലെസ് മെയിൻ്റനൻസ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞു റെയിലാണെന്നുണ്ടെങ്കിലും റോഡാണെങ്കിലും ഓരോ സീസണൽ ചേഞ്ചസ് അനുസരിച്ച് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതിൽ കുഴികളും അതുപോലെ തന്നെ ഗട്ടറുകളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. പക്ഷേ വാട്ടർ വേസിൽ അങ്ങനെയല്ല, അങ്ങനെ ഒരു മെയിൻ്റനൻസിൻ്റെ ആവശ്യം വരുന്നില്ല. ദെൻ യൂസ്ഫുൾ ഡ്യൂറിങ് നാച്ചുറൽ കലാമിറ്റീസ്, നമ്മൾക്കറിയാം ഫ്ലഡ്, റെയിൻ, ആ ഒരു ടൈമിലൊക്കെ നമ്മൾക്ക് റോഡ് ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടും ഒന്നും അവൈലബിൾ അല്ല. സോ ആ ഒരു ടൈമിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യം വരുന്ന അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. ദെൻ നമ്മൾക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് സീസണൽ ക്യാരക്ടർ. നമ്മൾ പറഞ്ഞു നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുന്ന ടൈമിൽ നമ്മൾക്ക് യൂസ് ചെയ്യും. പക്ഷേ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് വാട്ടർ ഐസാകുന്ന ഒരു ടൈം, അതായത് വിൻ്റർ സീസണിൽ വെള്ളം ഐസാകുന്ന ആ ഒരു സമയത്ത് നമ്മൾക്കിത് ആപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ വാട്ടർ ലെവൽ വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് അൺറിലയബിൾ. That means inland water transport by rivers is unreliable. Sometimes a river change its course which causes dislocation in the normal route of the trade. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പുഴകളൊക്കെ വഴി മാറി ഒഴുകുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ആ ഒരു ടൈമിൽ എന്താണ്, നമ്മളുടെ ട്രാൻസ്പോർട്ട് റൂട്ടാണ് അവിടെ ചേഞ്ച് ആവുന്നത്. ഓക്കെ, നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ട്രക്ക്, ആ ഒരു ബോട്ട് അല്ലെങ്കിൽ ഷിപ്പിന് റൂട്ട് ചേഞ്ച് ആവേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇത് നല്ലതല്ല. ഓക്കെ, അത് സ്യൂട്ടബിൾ അല്ല. ദെൻ unsuitable for small business.
ദെൻ ചെറിയ ബിസിനസ്സുകൾക്കൊക്കെ ഇത് അൺസ്യൂട്ടബിൾ ആണ്. കാരണം റിവേഴ്സ് കനാൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അത് എക്സ്പെൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ലോങ് ടൈം ദാറ്റ് ടേക്ക് ലോങ്ങർ ടൈം ടു ക്യാരി ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഗുഡ്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടൈം വളരെ കൺസ്യൂമിങ് ആണ്. സോ ആസ് കമ്പയർ ടു അതർ ട്രാൻസ്പോർട്ടേഷൻ മോഡ്. നമ്മൾക്കറിയാവുന്നതാണ് വാട്ടർ വേസിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം ടൈം എടുത്താണ് പ്രോഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്യുന്നത്. സോ അത് ചെറിയ ബിസിനസ്സുകൾക്ക് അൺസ്യൂട്ടബിൾ ആണ്, വളരെ ടൈം കൺസ്യൂമിങ് ആണ്. ദെൻ സ്ലോ സ്പീഡ്, അത് നമ്മൾക്കറിയാം വളരെ ടൈം ടേക്കിംഗ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്പീഡ് ഒരു ലെവലിൽ മുകളിൽ നമ്മൾക്ക് കൂട്ടാനായിട്ട് സാധിക്കില്ല. ദെൻ മോർ ചാൻസസ് ഓഫ് അറ്റാക്ക് ഓൺ ബോട്ട് സെയിലിംഗ്. ചില ബോട്ടുകളൊക്കെ കാണാതാവാന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ചില ടൈമിൽ അത് അറ്റാക്ക് വഴി മറ്റുള്ള ഏതെങ്കിലും രാജ്യങ്ങളിലെ പീപ്പിൾസിൻ്റെ അറ്റാക്ക് വഴിയാവാം. അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ദാറ്റ് മീൻസ് സ്റ്റോമോ അങ്ങനെ എന്തെങ്കിലും വഴി അത് കാണാതാവുന്നതാവാം. അപ്പോൾ അങ്ങനെയുള്ള റിസ്കുകൾ ഇതിലുണ്ട്. ദെൻ ഓൺലി ക്യാൻ ബി യൂസ്ഡ് വെൻ സഫീഷ്യൻറ്റ് വാട്ടർ ഇസ് അവൈലബിൾ. നമ്മൾ പറഞ്ഞു വാട്ടർ ലെവൽ വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ താഴെ പോർഷൻ മണ്ണിൽ തട്ടാതെയാണ് പോകുന്നത് അല്ലേ? താഴെ ലെവൽ കറക്റ്റായാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. സോ വാട്ടർ ലെവൽ സഫീഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ നെക്സ്റ്റ് ആണ് ഡീപ് സീ. ഇഫ് ബോട്ട്സ് ഗെറ്റ് ഇൻ ടു സ്റ്റോം ഇറ്റ് ബിക്കം ഡിഫിക്കൾട്ട് ടു റെസ്ക്യൂ. നമ്മൾ പറഞ്ഞു ചുഴലിക്കാറ്റൊക്കെ വരുന്ന സമയത്ത് ചെറിയ ബോട്ടുകളൊക്കെ അതിൽ നിന്നും രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദെൻ ഇൻ വാട്ടർ ഫോൾസ് ഹാവിങ് മെനി ഡ്രാഫ്റ്റ്. ഇനി വാട്ടർ ഫോൾസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ബോട്ടുകൾ റൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ സ്പെഷ്യൽ മെയിൻ്റനൻസ് ഫോർ വാട്ടർ ടൈറ്റ്നെസ് ഓഫ് ബോട്ട് ഇസ് റിക്വയർഡ്. വാട്ടർ ടൈറ്റ്നെസ് ദാറ്റ് മീൻസ് വെള്ളം കയറാത്ത രീതിയിൽ ബോട്ടുകളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതിനുള്ള മെയിൻ്റനൻസ് ചാർജുകൾ വരാറുണ്ട്. സോ ഇത് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾക്ക് പറയാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റോഡ് ട്രാൻസ്പോർട്ട്. നമ്മൾക്കറിയാവുന്നതാണ് റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് transportation of goods and personnel from one place to another on roads. It's a route between two destinations which has been either paved or worked on to enable transportation by way of motorized and not motorized carriages. Road transportation as usual റോഡിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ട് ഡെസ്റ്റിനേഷനിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പേഴ്സണലിനെ ആവാം, ഗുഡ്സിനെ ആവാം, സർവീസസ് ആവാം. ദെൻ ഇവിടെ റോഡ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ പാവ്ഡ് ആയിട്ടുള്ളത് ഉണ്ടാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മണ്ണിട്ട റോഡുകളോ അങ്ങനെയും ഉണ്ടാവാം. ദെൻ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് മോട്ടറൈസ്ഡ് വെഹിക്കിൾസും ആവാം, നോൺ മോട്ടറൈസ്ഡ് വെഹിക്കിൾസും ആവാം. മോട്ടറൈസ്ഡ് വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ സാധാരണ വെഹിക്കിൾസ്, നോൺ മോട്ടറൈസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ സൈക്കിൾസ് വരാം, അതുപോലെ തന്നെ പേഴ്സണൽസ് വാക്ക് ചെയ്യുന്ന സാധാരണ മെൻ വരാം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. There are many advantages of road transport in comparison to other means of transport. The investment required in road transport is less compared to other modes of transport such as railways and air transport. The cost of construction, operating cost and maintenance cost is cheaper than that of railways. അപ്പോൾ റെയിൽവേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അതുപോലെ എയർ ട്രാൻസ്പോർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും ചീപ്പസ്റ്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള മോഡ് എന്ന് പറയുന്നത് റോഡ് ട്രാൻസ്പോർട്ടാണ്. നമ്മൾക്ക് ഏറ്റവും സ്പീഡായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനും അതുപോലെ ഏതൊരു സ്ഥലത്തേക്ക് റിമോട്ട് ഏരിയാസിൽ വരെ നമ്മൾക്ക് എത്തിക്കാനായിട്ട് റോഡ് ട്രാൻസ്പോർട്ടാണ് ഏറ്റവും പെർഫെക്റ്റ്. ദെൻ ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് ലെസ് ക്യാപിറ്റൽ ഔട്ട്ലേ. നമ്മൾ പറഞ്ഞു എയർ ട്രാൻസ്പോർട്ട് ആണെങ്കിലും റെയിൽവേസ് ആണെങ്കിലും നമ്മൾക്ക് അതിൻ്റെ ആ ഒരു റൂട്ട് കൺസ്ട്രക്ഷൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മെയിൻ്റനൻസും അതിൽ ഇനീഷ്യൽ കോസ്റ്റുകളും വളരെ കൂടുതലാണ്. ഇപ്പോൾ ആ ഒരു വെഹിക്കിൾ വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ട്രെയിനിൻ്റെ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും എയർ ട്രാൻസ്പോർട്ടിൽ ഫ്ലൈറ്റിൻ്റെ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും വളരെ കൂടുതലാണ് ആസ് കമ്പയർഡ് ടു ഈ പറയുന്ന റോഡ് ട്രാൻസ്പോർട്ടിൽ വെഹിക്കിൾസ് വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ ചിലവുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഔട്ട്ലേ അതുപോലെ തന്നെ മെയിൻ്റനൻസ്, അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള എക്സ്പെൻസസും മെയിൻ്റനൻസ് കോസ്റ്റും എല്ലാം റോഡ് ട്രാൻസ്പോർട്ടിലാണ് ഏറ്റവും കുറവ്. ദെൻ നെക്സ്റ്റ് ആണ് ഡോർ ടു ഡോർ സർവീസസ്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ റൂട്ടുകളിലേക്ക് പോലും നമ്മൾക്ക് എത്തിക്കാനായിട്ടും അതുപോലെ തന്നെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ് വളരെ കുറവുള്ളതും റോഡ് ട്രാൻസ്പോർട്ടിലാണ്. എയർ ട്രാൻസ്പോർട്ടിലാണെങ്കിലും അത് ഫ്ലൈറ്റിൽ നിന്നും അൺലോഡ് ചെയ്യുന്ന ചാർജ് അതുപോലെ തന്നെ അതിലേക്ക് ലോഡ് ചെയ്യുന്ന ചാർജും എല്ലാം കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ട്രെയിനാണെങ്കിലും അതിൽ വരുന്ന ക്യാരിയിങ് ചാർജസും അതുപോലെ തന്നെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ് കൂടുതലായിരിക്കും. ദെൻ സർവീസ് ഇൻ റൂറൽ ഏരിയ. നമ്മൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ട്രെയിനുകളും ഫ്ലൈറ്റുകളും ഒന്നും നമ്മളുടെ ഡോർ ഡെലിവറി അവൈലബിൾ അല്ലാത്ത ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മോഡുകളാണ്. അത് ഓൺലി നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റോഡ് ട്രാൻസ്പോർട്ടിലൂടെ മാത്രമാണ്. നമ്മുടെ ഓൺ റൂട്ടുകളിൽ ചെറിയ ചെറിയ വഴികളിൽ പോലും റിമോട്ട് ഏരിയാസിൽ പോലും നമ്മൾക്ക് നമ്മളുടെ സർവീസസ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളത്. സോ റോഡ് ട്രാൻസ്പോർട്ടാണ് അതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്.
ദെൻ ഫ്ലെക്സിബിൾ സർവീസ്. ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ട്രെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ എയർവേസ് ആണെങ്കിലും അതിനൊക്കെ ടൈം ഷെഡ്യൂൾ ഫിക്സ്ഡ് ആണ്. സോ അതൊന്നും ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ദെൻ സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ഡിസ്റ്റൻസസ്. ചെറിയ ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് പോലും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഈ പറയുന്ന റോഡ് ട്രാൻസ്പോർട്ടാണ്. കാരണം ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ വളരെ കോസ്റ്റ്ലി ആണ്. സോ അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ട്രാൻസ്പോർട്ട് ഡിസ്റ്റൻസിലേക്ക് നമ്മൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ലെസ്സർ റിസ്ക് ഓഫ് ഡാമേജ് ഇൻ ട്രാൻസിറ്റ്. ഗുഡ്സ് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും വരുന്ന സമയത്ത് വരുന്ന ഡാമേജുകൾ ഏറ്റവും കുറവ് റോഡ് ട്രാൻസ്പോർട്ടിലാണ്. കാരണം നമ്മൾ പറഞ്ഞു എയർ ട്രാൻസ്പോർട്ട് ആണെങ്കിലും ട്രെയിൻ വഴിയാണെന്നുണ്ടെങ്കിലും അതിൽ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അത് ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും വരുന്ന ഡാമേജസിനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. സോ അതും ഏറ്റവും കുറവ് ഇതിലാണ്, റോഡ് ട്രാൻസ്പോർട്ടിലാണ്. ദെൻ സേവിങ്സ് ആൻഡ് പാക്കേജിങ് കോസ്റ്റ്. ഇത് റിസ്ക്കി ആണെന്ന് നമ്മൾ പറഞ്ഞു. ലോഡിങ് ആൻഡ് അൺലോഡിങ് ടൈമിൽ വരുന്ന റിസ്ക് കൊണ്ടും തന്നെ ഏറ്റവും കൂടുതൽ പാക്കേജിങ് കോസ്റ്റ് വരുന്നതും റെയിൽ ട്രാൻസ്പോർട്ടിലും അതുപോലെ തന്നെ എയർവേസിലുമാണ്. നമ്മൾക്കറിയാം പുറത്തുനിന്നൊക്കെ വരുന്ന ഐറ്റംസൊക്കെ വളരെ പാക്ക്ഡ് ആണ്. അതുപോലെ തന്നെ പാക്കേജിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അവർ. അതുപോലെ വളരെ സീൽഡ് ആയിട്ടാണ് അവരത് എത്തിക്കുന്നത്. സോ അവിടെ പാക്കേജ് ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസസ് മൂലമാണ് അതിൻ്റെ പാക്കേജ് ഇത്രയും സീൽഡ് ആയിട്ട് തരുന്നത്. സോ അത് പാക്കേജസിനുള്ള കോസ്റ്റും കൂടുതൽ ഇതിലാണ് റോഡ് ട്രാൻസ്പോർട്ടിനേക്കാളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എയർ ട്രാൻസ്പോർട്ടിലും അതുപോലെ തന്നെ റെയിൽവേസിലുമാണ് കൂടുതൽ. ദെൻ റാപ്പിഡ് സ്പീഡ്. നമ്മൾക്ക് ഏറ്റവും ക്വിക്കായിട്ട് ഒരു പ്രോഡക്റ്റ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് റോഡ് ട്രാൻസ്പോർട്ടാണ്. വാട്ടർ ട്രാൻസ്പോർട്ട് വളരെ സ്ലോ ആണ്. അതുപോലെ തന്നെ റെയിൽവേസും സ്ലോ ആണ്. പക്ഷേ എയർവേസ് കൂടുതലാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് അതുപോലെ തന്നെ അത് ബുക്ക് ചെയ്യുന്ന ഒരു കോസ്റ്റും അതുപോലെ തന്നെ ആ ഡെലിവറി ചാർജസും വളരെ കൂടുതലാണ്. ദെൻ ലെസ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് നമ്മളൊരു ട്രെയിൻ വാങ്ങുന്നത് അല്ലെങ്കിൽ ട്രെയിനിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ കോസ്റ്റ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെഹിക്കിൾസിൻ്റെ കോസ്റ്റാണ് ഏറ്റവും കുറവ്. അതുപോലെ തന്നെ അത് അതിൽ വരുന്ന മെയിൻ്റനൻസ് എക്സ്പെൻസസും കുറവ് റോഡ് ട്രാൻസ്പോർട്ടിൽ തന്നെയാണ്. ദെൻ അത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. The actual cost is less because the motor transport saves in packaging cost, expenses of intermediate loading, unloading, handling charges. അപ്പോൾ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് പാക്കേജിങ് കോസ്റ്റ് കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പാക്കേജിങ്ങിന് വരുന്ന കോസ്റ്റ് കുറവാണ്. അതുപോലെ തന്നെ ലോഡിങ്ങിന് അൺലോഡിങ്ങിന് വരുന്ന കോസ്റ്റും കുറവാണ്. ദെൻ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, സീസണൽ നേച്ചർ. മോട്ടോർ ട്രാൻസ്പോർട്ട് ഇസ് നോട്ട് റിലയബിൾ ആസ് റെയിൽ ട്രാൻസ്പോർട്ട്. റെയിൽവേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് റിലയബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം റെയിനി സീസണിലും ഫ്ലഡ് സീസണിലും ഒക്കെ ഈ പറയുന്ന റോഡ് ട്രാൻസ്പോർട്ട് നമ്മൾക്ക് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. അതെല്ലാം അൺസേഫ് ആണ് അല്ലെങ്കിൽ അൺഫിറ്റ് ആണ് നമ്മൾക്ക് പറയാം. അതായത് അത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പറ്റില്ല ആ ഒരു ടൈമിൽ. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ ആക്സിഡൻറ്റ്സ് ആൻഡ് ബ്രേക്ക് ഡൗൺസ്. ആക്സിഡൻസും ബ്രേക്ക് ഡൗൺസും ഒക്കെ വളരെ കൂടുതൽ വരുന്നത് റോഡ് ട്രാൻസ്പോർട്ടിലാണ്. കാരണം അതിന് കറക്റ്റ് ഒരു വേ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനൊരു ഷെഡ്യൂൾ പറയുന്നില്ല അല്ലേ. എയർവേസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ട്രെയിൻ ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും ഇത് രണ്ടിലും ഒരു കറക്റ്റ് ടൈം ഷെഡ്യൂൾ ഉണ്ട്. ഇതിനിടയിൽ മറ്റൊരു ട്രെയിനോ അല്ലെങ്കിൽ മറ്റൊരു എയർവേസോ കയറി വന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ ഇല്ല. അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺസും അവിടെ കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു റോഡ് ട്രാൻസ്പോർട്ട്. ദെൻ അൺസ്യൂട്ടബിൾ ഫോർ ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ബൾക്കി ട്രാഫിക്. ദെൻ ബൾക്കി ട്രാഫിക് വരുന്ന സമയത്ത് നമ്മൾക്കത് അൺറിലയബിൾ ആണ്, അൺസ്യൂട്ടബിൾ ആണ്. കാരണം കറക്റ്റ് ടൈമിൽ നമ്മൾക്കത് എത്തിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിലേക്ക് നമ്മൾക്കിത് അൺസേഫ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ദെൻ സ്ലോ സ്പീഡ്. ഇവിടെ സ്പീഡിന് കൺട്രോൾ വരുന്നുണ്ട്. നമ്മൾക്കറിയാം റോഡിലൊക്കെ സ്പീഡ് ജാമർ വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ക്യാമറാസൊക്കെ വയ്ക്കുന്നുണ്ട്. സോ ഒരു ലിമിറ്റഡ് സ്പീഡിൽ മാത്രമേ നമ്മൾക്ക് റൂട്ടിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ. സോ ഇവിടെ സ്പീഡ് കൺട്രോൾ വരുന്നുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ ലാക്ക് ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞു റെയിൽ ട്രാൻസ്പോർട്ട് ആണെങ്കിലും എയർവേസ് ആണെന്നുണ്ടെങ്കിലും രണ്ടിനും ഒരു കറക്റ്റ് ടൈം ഷെഡ്യൂൾ ഉണ്ട്. ഇവിടെ അതില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അൺഡിപ്പെൻഡബിൾ ആണ്. ഇറഗുലർ ആയിട്ടുള്ള ഷെഡ്യൂൾസ് ആണ്. കറക്റ്റ് നമ്മൾക്ക് റിലയബിൾ ആയിട്ട് ടൈമിൽ എത്തിക്കാൻ പറ്റുമെന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിൽ വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓട്ടോറിക്ഷ അതിന് ഒരു റേറ്റാണ്. ദെൻ ലോഡിങ് ചെയ്യുന്ന മറ്റ് ട്രക്കുകൾക്ക് വേറെയാണ്. ദെൻ ടാക്സീസിന് വേറെയാണ്. അങ്ങനെ ചാർജ് പലതിനും പല റേറ്റാണ്. ഓക്കെ, ട്രെയിൻ ആണെങ്കിലും എയർവേസ് ആണെങ്കിലും ഇതിനെല്ലാം കറക്റ്റ് ഫിക്സഡ് എമൗണ്ട് ആണ്. പക്ഷേ റോഡ് ട്രാൻസ്പോർട്ടിന് അങ്ങനെയല്ല, പല ചാർജസ് ആണ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് റോഡ് ട്രാൻസ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.